അങ്ങനെ തന്നെയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. രാവിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ തന്നെ ഭയാനകമായിരുന്നു. പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ മീനച്ചിൽ അല്പം ശാന്തമാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈരാറ്റുപേട്ടയിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും യുവജനങ്ങളൊക്കെ കൂടി ചേർന്ന് ഈ പാലത്തിൽ അടുങ്ങിക്കൂടിയ മരങ്ങളും മറ്റും മാറ്റുന്നതാണ്. ആ ഭാഗത്ത് വെച്ച് നോക്കിയാൽ കാണാം വലിയൊരു മുളക്കോട്ടമൊക്കെ തന്നെ ഉരുൾപൊട്ടിയ മേഖലയിൽ നിന്നും വലിയ ശക്തിയായി ഈ ഭാഗത്തേക്ക് അടിച്ചു വന്ന് ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ പാലത്തിലാണ് നമ്മളുള്ളത്. അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടെയുള്ള പൊതുപ്രവർത്തകർ നടത്തുന്നത്. നഗരമാകെ ചളി നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ചെളി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രദേശത്തെ കടകൾ, സ്ഥാപനങ്ങൾ, വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചെളി കെട്ടിക്കിടക്കുന്നു. ഇത് പഴയതുപോലെ ആക്കിയെടുക്കാൻ, വൃത്തിയാക്കി എടുക്കാൻ വലിയൊരു അധ്വാനം തന്നെ വേണ്ടിവരും. നല്ല പണിയാണല്ലേ? നല്ല പണിയാണ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ മുളയൊക്കെ വലിയൊരു കൂട്ടം മുളയൊക്കെ നേരത്തെ മാറ്റുന്നത് കണ്ടു. അതിന്റെ പിന്നെ ബാക്കിയാ പോയത്. എങ്ങനെയുണ്ട് രാവിലെ? എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? രാവിലെ പാലത്തിന് മുകളിൽ വെള്ളമായിരുന്നു. ഇപ്പൊ എല്ലാം ശാന്തമായി. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റിയാലുള്ള വെള്ളം ഒഴുകി മാറുമ്പോൾ വീടുകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി. വെള്ളം കയറി അവിടെ കടയിലെല്ലാം വീടുകളിലെല്ലാം വെള്ളം കയറി. എത്ര രൂപയുടെ നാശനഷ്ടം വന്നിട്ടുണ്ടാവും? കോടിക്കണക്കിന് രൂപ നഷ്ടം ഈരാറ്റുപേട്ടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി എന്താണ്? ഇവിടെ ഇന്നലെ രാത്രി മുതൽ നല്ല വെള്ളമായിരുന്നു. ഇവിടെ ഒരു 1000-ഓളം വീടുകളിൽ ഈരാറ്റുപേട്ടയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വളരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പാലത്തിലൊക്കെ വന്ന് ബ്ലോക്കായി ഈ കടകളും വീടുകളും എല്ലാം നശിച്ച ഒരവസ്ഥയിലാണ്. ഇതൊന്ന് നേരെ പഴയ രീതിയിലാക്കി എടുക്കാൻ ചിലപ്പോൾ ദിവസങ്ങളും തന്നെ വേണ്ടി വന്നേക്കാം. അത്രയും മോശമായ അവസ്ഥയാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവിടെ ഒരു സ്കൂൾ കണ്ടിരുന്നു. ആ സ്കൂളിലേക്ക് വലിയ രീതിയിൽ രാവിലെ വെള്ളം നിറഞ്ഞ് ക്ലാസ് മുറികളും മറ്റൊക്കെ മോശമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി. മീനച്ചിൽ ഇപ്പോൾ നിലവിൽ ശാന്തമാണ്. ഇവിടെ മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട്. ശ്രീ വി എൻ വാസവനുണ്ട്, ഇവിടെ മുൻ മന്ത്രി കൂടിയാണ്. വാസവൻ ചേട്ടാ, അത് മൊത്തത്തിൽ ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. നിശ്ചയമായും ഇപ്പോൾ കണ്ടിടത്തോളം പൂഞ്ഞാറിലുണ്ടായ വീട് തകർന്നതും രണ്ടുപേരുടെ ദാരുണമായ അന്ത്യമുണ്ടായിരുന്നു നമ്മൾ കണ്ടു. വേദനാജനകമാണ് സംഭവം. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട ടൗണിൽ ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായി. കടകളിൽ മുഴുവൻ വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ പട്ടണത്തിലുണ്ടായിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ പാലം മുഴുവൻ മൂടിപ്പോയിരുന്നു. ഒരുപാട് ഇല്ലിക്കൂട്ടങ്ങൾ വന്നതെല്ലാം മൂടിയിരുന്നു. ഇവിടുത്തെ ടീം എമർജൻസിയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ഒരു ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് നിൽക്കാനുള്ള സൗകര്യം വരെ ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. കാരണം മുനിസിപ്പൽ ചെയർമാനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഫോൺ എടുത്തില്ല. അപ്പോൾ ഇവർ തന്നെ ഏതായിരുന്നാലും സന്നദ്ധ സംഘടനകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് നാട്ടുകാരും കൂടെ കൂടിയപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കടകളെല്ലാം ഇനിയും തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായത്. ഇപ്പോൾ അരിക്കടകളിലെ അരിയുടെ മുഴുവൻ നനഞ്ഞിരിക്കുന്നു, പലവ്യഞ്ജനത്തിൻ്റെ മുഴുവൻ നനഞ്ഞു പോയിരിക്കുന്നു, സ്റ്റേഷനറി കടകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു, ഫർണിച്ചർ കടകൾ കയറിയിരിക്കുന്നു. ഞങ്ങൾ ഓരോ റൗണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ട് ഈ വ്യാപാരികൾക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കാനും അതോടൊപ്പം തന്നെ മരണമടഞ്ഞവരുടെ വീട്ടുകാർക്ക്, ആശ്രിതർക്ക് ആവശ്യമായ ധനസഹായം ചെയ്യാനും ഗവൺമെൻറ് തയ്യാറാവണം എന്നതാണ്. എന്തായാലും കച്ചവടക്കാർക്ക് നാശനഷ്ടം, അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിനൊരു ജോഗ്രഫി മനസ്സിലാക്കി വരുമ്പോൾ ദിവ്യ, നമുക്കറിയാവുന്ന പൂഞ്ഞാർ ആ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഈ പൊട്ടിയ ഉരുൾ ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ്.